എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് പ്രശ്നം നീ നിന്റെ പെണ്ടാട്ടിയും കൂടി വന്നിരുന്ന് നല്ല പോലെ നിന്നെ അങ്ങ് വെളുപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാനൊരു കാര്യം പറയാം, നീ ഒരു വലിയ നന്മമരമാണ്. നീ ഈ ലോകം കണ്ടതിൽ വെച്ച് ഒരു പച്ച കൊണേഷാണെന്ന് നിനക്കൊരു ധാരണയുണ്ട്, സത്യമുള്ള കാര്യം പറയാം. പക്ഷെ നിന്നെ കാലേ വരെ അടിക്കാനുള്ള കലിപ്പ് എനിക്ക് വരുന്നുണ്ട്. ആ പെങ്ങളെ കണ്ണുനീര് നീ ഈ ശാപവും ആ സ്വന്തം അമ്മയുടെ ശാപവും ഒക്കെ വാങ്ങിച്ചു വെച്ചും കൊണ്ട് നീ എവിടെ പോയാടാ ഗുണം പിടിക്കും? നീ പിടിക്കും തോന്നുന്നുണ്ടോ? നീ നിന്റെ വൈഫും കൂടി എവിടെ പോയി എത്രയൊക്കെ പണം ഉണ്ടാക്കില്ല, എന്തൊക്കെ ഉണ്ടാക്കില്ല, നീ ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആ ശാപം വാങ്ങി കൂട്ടിക്കൊണ്ട് നാണമില്ലടാ സ്വന്തം തള്ളയും പെങ്ങളെയും വലിച്ചു കയറി സമൂഹത്തിന്റെ മുന്നിൽ ചെളിവാരി അടിച്ചിട്ട് നിനക്ക് ഇങ്ങനെ നിവർന്ന് നടക്കാൻ. നിനക്ക് ഫോർച്യൂണർ ആൾട്ടോ ഉണ്ടാക്കണമെങ്കിൽ സ്വന്തമായിട്ട് വല്ലതും ഉണ്ടാക്കടാ. അവരെ രണ്ടുപേരെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടല്ല. വെറും തന്തയില്ലാത്ത പരിപാടിയാണ്ടാ പച്ച വീട്ടിൽ ഊഫേഷ്. നിന്നെ എനിക്ക് 10 പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരത്തില്ല. നിന്നെ പോലുള്ള നാറികളെ എന്തെങ്കിലും 10 പറയണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്, അതുൽ ലാംഗ്വേജ് കുറച്ച് നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യും. സത്യം, അത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവനെ പോലുള്ള കഴുപ്പണം കെട്ട നാറികളെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോടാ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി ഇതുപോലത്തെ നാറികളെ. അല്ലാതെ ഞാൻ മാന്യമായിട്ട് ചില കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ തന്തയില്ലാത്ത പരിപാടിയും തന്തയ്ക്ക് പാലം വലിക്കുന്ന പരിപാടി ഏവം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 പറയാതെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് അതിന്റെ ഒരു വിഷയം. ഇവന്റെ 2 വീഡിയോസ് ഞാൻ ഇവിടെ കൊടുക്കാം. ആദ്യം ഇവന്റെ സഹോദരിക്ക് കണക്ക് പറയുകയാണ്. അതായത് അവർക്ക് തിന്നാൻ വാങ്ങിക്കൊടുത്തതിനും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതിനും കണക്ക് പറയുകയാണ്. നീ ഈ സ്പോട്ടിൽ തന്നെ നീ ഒരു സഹോദരൻ അല്ലാതെ ആയിട്ടുണ്ട് എന്ന് നീ ഈ കണക്കും കാര്യങ്ങളും പറഞ്ഞ് ആ സ്പോട്ടിൽ നീ തീരുകയാണ്. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാലും അതും എനിക്കൊരു ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ആ പെങ്ങൾ തന്റെ ഭാഗം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വച്ചു. പക്ഷെ ആ വീഡിയോയിലുള്ള സാധനം കേട്ടപ്പോ ഇവൻ ഒരു വേട്ടവാളിയനാണ്, ലോക വെടലയാണ്, പാണ്ടി കരിമ്പാറ ആ സാധനമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ആ വീഡിയോ കൊടുക്കാം. പണിയെടുത്തതിന് മാത്രമേ പൈസ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാക്കാം. പണിയെടുക്കുന്ന എന്റെ 30% ഷെയർ ഉണ്ട്. 10 രൂപ ഡിവിഡന്റ് വന്നിട്ടില്ല. കുടിച്ചതിനും മാത്രമല്ല, നീ എന്തോരം കണക്ക് പറഞ്ഞതിന് മാത്രമല്ല കണക്കുള്ളൂ. തിന്നിട്ടുണ്ട്, ഡ്രസ്സ് മേടിച്ചു തന്നിട്ടുണ്ട്, എക്സ്ട്രാ വേറെ KFC മറ്റത് എടാ പോടാ. നീ എന്ത് തേങ്ങേനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടടാ? അനിയത്തിക്ക് KFC വാങ്ങിക്കൊടുത്ത്, ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത്, തിന്നാൻ വാങ്ങിക്കൊടുത്ത് എന്ന് പറഞ്ഞ് നീ കണക്ക് പറയുന്ന ആ സ്പോട്ടിൽ നീ തീർന്ന്. നിനക്ക് നാണമില്ലടാ. എടാ ഉളുപ്പില്ലാത്തവന് സ്വന്തം പെങ്ങൾക്ക്, അത് കൊച്ചു പെങ്ങളടാ അവള്. കണ്ടപ്പോ നമ്മുടെ ഒരു കൊച്ചു പെങ്ങളെ പോലെ എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ അവള്. അവക്ക് നീ തിന്നാനും ഉടുക്കാനും വാങ്ങിക്കൊടുത്തതിന് കണക്ക് പറഞ്ഞപ്പോ തന്നെ നീ ഒരു കഴുപ്പണം കെട്ട നാറിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും മാച്ചമായിരുന്ന അയ്യേ, പുച്ഛം മാത്രം, പീക്ക് ലെവല് പുച്ഛം. ഇനി മറ്റൊരു വീഡിയോ കൊടുക്കാം. അതായത് ഇവൻ രാത്രി ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലേ, പ്രശ്നം ഉണ്ടാക്കിയപ്പോഴുള്ള വീഡിയോ. എന്നിട്ട് ആട്ടുകാർ ഓടിക്കൂടിയപ്പോ ഇവൻ നൈസായിട്ട് നല്ല വെള്ള ചവഞ്ഞ് അവിടെ അങ്ങ് നിന്നിട്ടുണ്ട്. ആ വീഡിയോ കൊടുക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടുത്തണം. അപ്പൊ എല്ലാരെയും കൂടെ ഇടപെടുത്തുവാണ്. ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ നിങ്ങൾ വീഡിയോ എടുക്കുമല്ലോ, എന്താ എടുത്താ കുഴപ്പമെന്താ? കളി കാണിക്കണ്ടേ? വീഡിയോ എടുത്താ രാത്രി ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിടാ. നിങ്ങൾ എന്തുണ്ടാക്കാൻ രണ്ടും കൂടി ഒന്നാം നേരം നല്ല പട്ടി ഷോ കാണിക്കുന്നുണ്ട്. ആദ്യം ആ വീട്ടിൽ കയറി അടിയും ബഹളം ഉണ്ടാക്കി, അതായത് ജനലിലൊക്കെ അടിക്കുകയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പെങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നാട്ടുകാർ വന്നു എന്ന് കണ്ടപ്പോൾ എന്റെ വൈഫ് തന്നെ നാട്ടുകാർ കൂടുന്നുണ്ട്, നൈസായിട്ട് വലിഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞ് നൈസായിട്ട് ഒതുക്കിയെടുത്ത് പിന്നെ വന്ന് നിൽക്കുന്ന സ്റ്റേജാണ് നമ്മളീ കാണുന്നത്. നാറി. എന്റെ അപ്പുറം എനിക്ക് വിളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, സത്യമുള്ള എനിക്ക് നല്ല ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. എനിക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ ഒരു സ്വന്തം അനുഭവം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതെന്റെ പെങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുരുവൊട്ടും. ഞാൻ അതുകൊണ്ടാണ് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരാളെ മനപ്പുറത്തേറി വിളിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. പക്ഷെ സാഹചര്യം എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ്, തന്തയ്ക്ക് വിളിപ്പിക്കുന്നതാണ്. അത് എന്തോ എനിക്ക് ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴും അമ്മയുടെ അവസ്ഥ കണ്ടപ്പോഴും എന്റെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ ക്ഷമിക്കുക എന്നോട്. പക്ഷെ ഇവനെയൊക്കെ 10 പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഇനി അമ്മയും പെങ്ങളും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. എന്റെ മകൻ എന്ന രീതിയിൽ
എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വളർന്നു വരുന്ന ഒരു പിള്ളേരും ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ അവന്റെ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ വീട് പോലും അല്ലത്, പണയ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് അവൻ കാണിച്ച ആ പ്രവൃത്തിയുടെതാണ് അവനെ നാട്ടുകാർ ഓടിച്ചു വിട്ടത്. അതിന്റെ പേര് ഞങ്ങൾക്ക് എതിരായിട്ട് ഇങ്ങനെ ഞങ്ങൾ പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല, ജീവിക്കണം മരിക്കണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. ആരോട് പറയും, എന്ത് ചെയ്യും? നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്? ഒരു പെങ്ങളെ കുറിച്ച് ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്നത്. അവർക്ക് നാളെ ഒരു ഭാവി വേണ്ടേ? അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക, ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? സത്യം, ആ പെങ്ങളെ നിങ്ങളൊന്ന് നോക്ക്, കൊച്ചുകുട്ടിയാ. അവളെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് സംരക്ഷിക്കേണ്ടത്, അവളുടെ കാര്യങ്ങൾ നോക്കേണ്ട ഒരു നാറിയാണ് ഈ പ്രശ്നേഷ്. പ്രത്യേകിച്ച് ആ കുട്ടികളുടെ അച്ഛൻ കൂടെ ഇല്ല. ആ ഒരു സ്ഥിതിക്ക് ആ പെങ്ങളെ നോക്കേണ്ടത്, ആ അമ്മയെ നോക്കേണ്ടത് ഇവന്റെ ചുമതലയാണ്. അങ്ങനെ തന്നെയാണ് അല്ലെ? ആ പെങ്ങൾക്ക് എട്ടും മുട്ടും തിരിയാത്തൊരു പ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, കൊച്ചുകുട്ടിയാ, പഠിക്കുന്ന കുട്ടിയാ. ആ പെങ്ങളെയൊക്കെ പബ്ലിക്കലി വന്ന് അവള് കുറെ ആണുങ്ങളുമായിട്ട് സംസാരിക്കുന്നു, കൂത്താടുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുമ്പോ ഇവനെ കാലേ വാരി പിടിക്കേണ്ട പിഴിയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവനെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ വന്നിട്ട് ഞാൻ ഇവനെ കുറിച്ച് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ശരിയാണ്. ഇവനെ കുറിച്ച് അത്രയും രീതിയിൽ ആ പെണ്ണടക്കം പറയുന്നുണ്ട്, ആ കുഞ്ഞു പെണ്ണ്. സഹോദരി, നിങ്ങളൊന്ന് കേട്ട് നോക്കണം ആ കുട്ടിയുടെയൊക്കെ അവസ്ഥ, മാനസികാവസ്ഥ, അമ്മയുടെ. കേൾക്ക്. സംഭവം പറഞ്ഞാൽ അവന് പൈസ വേണം, അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് പൈസ വേണം. അതിൽ എന്റെ ഗോൾഡിൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു. അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ ദേഷ്യം അമ്മയോടും ഉണ്ട്. ഈ റോഷന്റെ വൈഫ് നേഴ്സാണ് അല്ലേ? അപ്പൊ അവർക്ക് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനാണ്. എങ്ങനെ തുടങ്ങുന്നത് വിഷയം തുടങ്ങുന്നത്? വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം അമ്മയടുത്ത് ഭയങ്കരമായിട്ടും കൺവിൻസ് ചെയ്ത് പറഞ്ഞ് ബാങ്കിലിരിക്കുന്ന ഗോൾഡ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അവൻ വിറ്റിട്ട് അവനും വൈഫും കൂടെ വെളിയിൽ പോകുന്നു പറഞ്ഞു. അമ്മ പറഞ്ഞ് പറ്റത്തില്ല, അത് അവളുടെയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി. ഞാൻ റൂമിൽ വെച്ചിരുന്ന എന്റെ ബക്കറ്റ് നശിപ്പിച്ചു, എന്റെ ലാപ്ടോപ്പ് അവളുടെ വീട്ടിലേക്ക് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്തിട്ട് നശിപ്പിച്ചാൽ കൊണ്ട് തന്നത്. അതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസം 3-നാണ് കറക്റ്റ് ഇവൻ രാവിലെ ഇറങ്ങി വന്ന് മേളിലായവർ കിടന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇവന് ഗോൾഡ്, അതായത് വീടിന്റെ പണയക്കരാറ് രോഹിത്തിന്റെ പേരിലാണ്. അപ്പൊ അത് ഇവന്റെ അക്കൗണ്ടിൽ തന്നെ ആ പൈസ ഓണർ കൊടുത്താലും തിരിച്ചു വരത്തുള്ളൂ. അതിൽ 2.5 ലക്ഷം രൂപയാണ് രോഹിത്തിന്റെ, അത് ബാക്കി അമ്മയുടെതാ. അത് ആ വീഡിയോ ഞാൻ എടുത്തത് അവൻ പറയുന്നുണ്ട്. ആ 2.5 ലക്ഷത്തിന് അവൻ കാർ എടുത്തപ്പം എന്റെ ഗോൾഡ് പണയം വെച്ചെടുത്ത ആ ഗോൾഡ് അവൻ വിൽക്കണം എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇവ മൊത്തത്തിൽ ഒരു പ്രശ്നേഷ് തന്നെയാണ് അല്ലെ? എവിടെയല്ല എന്തായാലും പ്രശ്നം തന്നെയാണ്. പണ്ട് മറ്റേ ഇടയിൽ സാനിറ്റൈസർ അടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. എന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൂല എന്ന് വേറൊരു കൊണയടി. എന്നാലും അവൻ പുറത്തുനിന്ന് ഫുഡും കഴിക്കും. വെള്ളം അടിക്കില്ലെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് വളഞ്ഞിരുന്ന് വെള്ളം അടിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് അവൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. നാറിയ, നല്ല 1-ാം തരം നാറി, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വെറും നാറികൾ. അല്ലെങ്കിൽ തന്നെ ഈ നല്ല പിള്ള ചമഞ്ഞ് നല്ലവന്റെ ക്യാരക്ടർ എടുത്ത് അണിഞ്ഞുകൊണ്ട് നടക്കുന്നവളുമാരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് വാ എന്ന് പറഞ്ഞ് വിടുന്നത് ചിലവർക്ക് പിടിക്കത്തില്ല. പക്ഷെ നമ്മളൊക്കെ അത്യാവശ്യം ജെന്യൂൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ലോകം കണ്ട പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. എന്റെ കയ്യിലും വിടല പരിപാടിയുണ്ട്. പക്ഷെ സ്വന്തം അമ്മയും സഹോദരനെ അച്ഛനെയൊന്നും മറന്നിട്ടുള്ള ഒരു നാറിയ കളി ഞാൻ കളിക്കത്തില്ല ജീവിതത്തിൽ ഒരിക്കലും. അവരെ വേദനിപ്പിച്ചുകൊണ്ടും എനിക്കൊരു കളിയില്ല. എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്റെ അപ്പനും അമ്മയും തന്നെയാണ്. അവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വീട്ടിലെല്ലാവരെയും ഒക്കെ പോലെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യപ്പണങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. അതെല്ലാ കുടുംബങ്ങളുള്ളതാണ്. പക്ഷെ ഒരിക്കലും അവരെ ഞാൻ ഇങ്ങനെ പിന്തള്ളത്തുമില്ല, വാങ്ങിക്കൊടുത്തതിന് കണക്ക് പറയത്തുമില്ല. അങ്ങനെ ഒരു പരിപാടിയും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവരുടെ മകനല്ല. ഇവിടെ പ്രശ്നേഷ് എന്ന് പറയുന്ന ഈ നാറി സ്വന്തം അമ്മയും പെങ്ങളെയും അടക്കം ഇങ്ങനെ ചെളിവാരി അടിക്കുമ്പോൾ ഇവനെപ്പോലൊരു മകനെ പെറ്റ ആ വയറ് ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. സത്യം അതാണ് സംഭവിച്ചത്. ഇങ്ങനെ ഒരു പാഴ് മകനെ കാര്യം പിടിയിട്ട് കാണുമല്ലോ. ആ അപ്പൻ വെറും തറയായതുകൊണ്ട് ആ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 മക്കളെ വളർത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അവൻ വളർന്ന് 10 പൈസ സ്വയം കയ്യിലെത്തിയപ്പോൾ പുറം മറന്നവൻ എണ്ണ തേച്ചു. സ്വന്തം അമ്മ പോലും വേണ്ട, കെട്ടിയ പൊണ്ടാട്ടി മാത്രം മതി. കിട്ടുകൂടാ, കിട്ടും. നിനക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടപ്പോൾ നേരെ ഓടി എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്. എന്നിട്ട് എന്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളെ എന്നിട്ട് പറഞ്ഞത് കിച്ചു വിടറ നാട്ടുകാർ വന്ന സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചോണ്ട് നിന്ന ആളാ. അപ്പൊ അവൻ പറഞ്ഞു അവളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ഡിലീറ്റ് ആക്കിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്ന്. അപ്പൊ ആൾക്കാരെ എന്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ അടുത്തും എന്നെ ഉപദ്രവിച്ചത് അവർ കണ്ടു. എന്റെ മുഖത്തുള്ള പാടും ഒക്കെ അവർ കണ്ടു. അവരുടെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ എനിക്ക് കഴിക്കാൻ തന്നതിന്റെ കണക്കും ഇവന് വെളിയിൽ പോകണമെന്ന് അവൻ അവിടെ നാട്ടുകാർ മുന്നേ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഈ മാസം 12-ാം തീയതി തിങ്കളാഴ്ച വന്ന് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. 12 മണിക്കാണ് ചേട്ടാ വന്നത്. അന്ന് ഏപ്രിൽ 3-ന് പോയിട്ട് ഏപ്രിൽ 3-ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് 6-ാം തീയതി വീട്ടിൽ നിന്ന് പോയതാ. അതിനുശേഷം ഈ 12-ാം തീയതി രാത്രി 12 മണിക്ക് വന്ന് പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കയറി. എന്നിട്ടാ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കുറെ നാളായിട്ട് അവിടെ താമസിക്കുക, ഒരു മാസത്തോടെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുക. ജനലും അതിലൊക്കെ ഭയങ്കര തല്ലിപ്പൊളിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയ. ഇതാണ് നിങ്ങൾ അടുത്ത സെക്കൻഡ്
കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടില്ലേ, അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇവൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാർ കൂടിയപ്പോൾ നൈസായിട്ട് നല്ല പിള്ള ചമഞ്ഞു നിന്ന് പിന്നെ ഒരു പെർഫെക്ഷൻ കളിയായിരുന്നു അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു. തന്തയില്ലാത്തവൻ തന്നെടാ നീ കൺഫോമാ, നീ പാലം വലിച്ചു. എടാ സ്വന്തം തള്ളയും പെങ്ങളെയും വേണ്ടെന്ന് വെച്ചിട്ടും അവരെ ചെളിവാരി അടിച്ചിട്ട് നീ എന്തൊക്കെ നേടിയാലും ഈ ജീവിതം കൊണ്ട് നീ വെറും പാഴ ജന്മോടാ, ശുദ്ധ പാഴ, ശുദ്ധ അപരാധി പാഴ. ഉള്ള കാര്യം പറയാം ബാക്കി. എന്റെ എന്താ ശരിക്കുള്ള ഇതൊന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സപ്പോർട്ട് ചെയ്തവരുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറഞ്ഞ എനിക്ക് അടുത്ത ഭാവിയൊന്നുമല്ല, ഞാനൊരു പെങ്കൊച്ച, എനിക്ക് ബസ്സിലെങ്കിലും പോകണ്ടേ. ഒരു മനസ്സിലായിട്ടൊരു വിഷമമുണ്ട്. ഉണ്ട്. ഒരു ആംഗ്ലമാർ നമ്മളെ എന്താ പറയാ സ്നേഹിക്കേണ്ട ഒരു ആംഗ്ലം ഇങ്ങനെ ചെയ്യുന്നതിൽ അല്ലേ? സ്നേഹിക്കേണ്ട ആംഗ്ലേ നല്ല ഏട്ടാ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ വല്ല ജോലിക്കും പൊക്കോടി. സത്യമാണ്, എനിക്കൊരു കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചാൽ എവിടെയെങ്കിലും എസ് റൂമിൽ കയറുന്ന ജോലിയാണ്. ഞാൻ അതിന് പോലും പോകാണ്ട് ഇവന്റെ കൂടെ കറക്റ്റ് 2 വർഷത്തോളം പോയി പണിയെടുത്ത് കൊടുത്തു. ആ പണിയെടുത്ത് കൊടുത്തതിന്റെ അതും എനിക്ക് എത്ര രൂപ തരുന്നതെന്ന് അറിയാവോ? ഒരു വാട്ടർ ടാങ്ക് ത്രൂ ഔട്ട് അവൻ വാട്ടർ ടാങ്കിൽ കയറി ചെയ്തിറങ്ങി അതിന്റെ സാധനങ്ങൾ ഇവരുടെ ഡ്രസ്സ് മാറാൻ പോകുമ്പോൾ ആ ബക്കറ്റ് സാധനങ്ങളൊക്കെ കഴുകി വെച്ചാൽ തരുന്നത് 200 രൂപ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി പണിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാലോ എനിക്ക് ആ ചേട്ടനോടുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാ. എനിക്ക് വേണ്ടി ഞാനാണ് ആദ്യമൊക്കെ വീഡിയോ എടുത്ത് കൊടുത്തത് വെക്കുക. എന്നെ ഇപ്പം അവന് പൈസയ്ക്ക് വേണ്ടിട്ടോ കണ്ടന്റിന് വേണ്ടിട്ടോ ഇത്രയും മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാവോ? എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്റെ വീട്ടുകാർക്കറിയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം. പിന്നെ എന്നെ പറ്റി കുറെ അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇത്ര അപവാദം പറയുന്ന മിണ്ടാണ്ടിരുന്നല്ല, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും മിണ്ടിയിട്ട് ഇവൻ അത് വെച്ച് ഇവന് ഭയങ്കര വായ്ത്താളോ അവിടെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ടും വായ്ത്താളം അടിക്കും. വായ്ത്താളം അവന്റെ അണ്ണാക്കിൽ തിരികെ വെക്കണം. ഇവന്റെ വായ്ത്താളം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ഇവൻ ഒരിക്കൽ എനിക്കത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും ചിലർക്കെങ്കിലും ചിലപ്പോൾ. കാരണം ഈ അമ്മയും അന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വിഷമമൊന്നുമില്ല. അമ്മയും അവൻ പൊട്ടം കളിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറയല്ലോ, ഇവൻ പരന്നറിയാം, നല്ല ഗുണത്തിലുള്ള സാധനമൊന്നുമല്ല. ഈ പെങ്ങളെ കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമാണ്. കാരണം അവളെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു സഹോദരനും ഒരിക്കലും പറയത്തില്ലടാ. സ്വന്തം പെങ്ങളെടുത്ത് മിണ്ടില്ലെങ്കിൽ പോലും അവളെ പറ്റിയിട്ട് ഒരു അപവാദം ഇങ്ങനെ പബ്ലിക്ക് പറഞ്ഞ് ഉണ്ടാക്കത്തില്ല ഒരു സഹോദരന്. അങ്ങനെയാണെങ്കിൽ അതൊരു ബന്ധമല്ലടേ. എന്തു വേണേ ഇത്? ഇവർ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ആ നാറ് കാണിക്കുന്ന കാട്ടപ്പായിരിക്കും. അതിൽ കരിവാരി തേക്കപ്പെടുന്നത് ഈ അമ്മയും പെങ്ങളും മാത്രം. വളരെ എനിക്ക് വിഷമം തോന്നുന്നു ഇവരുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിക്കുന്ന സമയത്ത്. അവസ്ഥ വല്ലാത്ത അവസ്ഥ. ഈ നാറിയെ സത്യം പറഞ്ഞ കേസ് കൊടുത്ത് അകത്താക്കി 4 പെട്ട പടപ്പിച്ച് പിഴിഞ്ഞൊന്ന് എണ്ണയിട്ട് എടുക്കണം. പിന്നെ അവന്റെ പെണ്ടാട്ടി വെൽക്കം നമിച്ച് ഇങ്ങനെ തന്നെ ഭർത്താവിനെ മൂപ്പിച്ചങ്ങ് വിടണം. അമ്മയും പെങ്ങൾ അകറ്റിയല്ല, സന്തോഷമായല്ല, ആയിരിക്കട്ടെ. എല്ലാം ആയുഷ്മാൻ ഭവ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.